കുറച്ച് ക്യാരറ്റ് പറിക്കാൻ പോയാലോ? ഞാനും അമ്മയും നമ്മുടെ റോക്കിയും കൂടിയാണ് വയലിൽ ക്യാരറ്റ് പറിക്കാൻ പോകുന്നത്. റോക്കി ആരെന്നറിയില്ലേ? ദേണ്ടി പോകുന്നു എന്നെയും തട്ടിമാറ്റിക്കൊണ്ട്. ഇവരാണ് ഇന്നത്തെ ടൂർ ഗൈഡ്. ഞങ്ങൾ പോകുന്നത് നമ്മൾ കൃഷി ചെയ്യുന്ന വയലിലേക്കാണ്. ഇപ്പോൾ വേറൊന്നും നട്ടിട്ടില്ലാത്തതുകൊണ്ട് ആകെ പുല്ലും കാടുമൊക്കെ നിറഞ്ഞിരിക്കുക. കുറേ നാൾ മുന്നേ അനിയൻ നട്ടുവെച്ച ക്യാരറ്റാണ്. അതിൻ്റെ വിളവെടുപ്പ് ടൈമൊക്കെ കഴിഞ്ഞു. ഇപ്പം എന്തെങ്കിലും കിട്ടുമോയെന്നറിയില്ല, എന്തായാലും നോക്കാം. അങ്ങനെ ഓരോന്നായി പറിക്കാൻ തുടങ്ങി. 1 ആയി, 2 ആയി, 3 ആയി, മൊത്തം 5 ചൂട് നമ്മൾ പറിച്ചു. എല്ലാം ചെറുതാണ്. ആകെ കാടൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ട്. ഇതെവിടെയാണ് ഉള്ളത്, ഇതിൻ്റെ ചോട് എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരുന്നു. കുറച്ചധികം തപ്പി പിടിച്ചിട്ടാണ് ഈ ചോടുകളൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചത്. അതിൻ്റെ ഇടയ്ക്കൂടെ ഒന്നിൻ്റെ തണ്ടങ്ങ് ഒടിഞ്ഞു പോയി. തണ്ടൊടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇളകി വരാൻ കുറച്ച് പാടാ. കുറച്ച് മണ്ണൊക്കെ മാറ്റി ഒന്നും കൂടി വലിച്ചു നോക്കിയപ്പോൾ സംഭവം കിട്ടി. എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല. കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും വലുത് അത് തന്നെയായിരുന്നു. കൊമ്പ് കിട്ടിയില്ല. ഈ കാണുന്ന ചെടി നിങ്ങളെന്താ പറയുക? ഞങ്ങളുടെ നാട്ടിലെ കാന്താരിപ്പഴം, കടുംപുടുങ്ങ അങ്ങനെയൊക്കെയാണ്. കാണാനില്ല റോക്കി. ഇതിൻ്റെ ഇടയിൽ കൂടെ റോക്കി അവിടെ മൊത്തം ഓടിക്കളിയും വെള്ളത്തിക്കളിയും ഒളിച്ചു കളിയും ഒക്കെയായിരുന്നു. അവൻ്റെ സ്വന്തം ലോകത്ത് അവൻ ആഘോഷിക്കുകയാണ്. എന്താ അവിടെ? നോക്ക്. ഓക്കേ ഓയ്. അങ്ങനെ ഇന്നത്തെ ഹാർവെസ്റ്റ് കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമായോ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.